നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. മതിലകത്ത് മാതൃകയായി ജനകീയ റോഡ് നിർമ്മാണം. അധികാര കേന്ദ്രങ്ങളെ ആശ്രയിക്കാതെ 13ഓളം കുടുംബങ്ങൾ 5 ലക്ഷത്തിലേറെ രൂപ ചെലവഴിച്ചാണ് റോഡ് നിർമ്മിച്ചത്. മാരക മയക്കുമരുന്നായ MDMA-യുമായി യുവാക്കൾ അറസ്റ്റിൽ. എറിയാട ചന്ദ്രാപിന്നി അമ്പലത്ത് ഇബിനുൽ മുഹമ്മദ്, കുടംപുളി നിഷിക് എന്നിവരെയാണ് വലപ്പാട് പോലീസിന്റെയും ജില്ലാ ഡാൻസ് ഓഫിന്റെയും നേതൃത്വത്തിൽ പിടികൂടിയത്. അന്നമനട ഗ്രാമപഞ്ചായത്തിൽ പാതയോരങ്ങൾ മാലിന്യ വിമുക്തമാക്കുന്നതിന്റെ ഉദ്ഘാടനവും ഔഷധ സസ്യകൃഷി പരിശീലന പരിപാടിയും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. മതിലകത്ത് മാതൃകയായി ഒരു ജനകീയ റോഡ് നിർമ്മാണം. അധികാര കേന്ദ്രങ്ങളെ ആശ്രയിക്കാതെ ഗുണഭോക്താക്കൾ കൈകോർത്ത് മികച്ചൊരു ടൈൽ റോഡ് യാഥാർത്ഥ്യമാക്കുകയായിരുന്നു. മതിലകം പഞ്ചായത്ത് 7-ാം വാർഡിലാണ് ജനകീയ കൂട്ടായ്മയിൽ റോഡ് നിർമ്മിച്ചത്. ദേശീയപാതയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഫെറി റോഡിനോട് ചേർന്നാണ് റോഡ് ഉണ്ടാക്കിയത്. ഇതോടെ സ്ഥലത്ത് മഴ പെയ്താൽ രൂപപ്പെടുന്ന വെള്ളക്കെട്ടിനും പരിഹാരമായി. 13ഓളം കുടുംബങ്ങൾ ഒത്തുചേർന്ന് 5 ലക്ഷത്തിലേറെ രൂപ ചെലവഴിച്ചാണ് റോഡ് നിർമ്മിച്ചത്. വാർഡ് മെമ്പറും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ സീനത്ത് ബഷീർ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മുൻ മെമ്പർ KY അസീസ് ഉൾപ്പെടെയുള്ള നാട്ടുകാർ പങ്കെടുത്തു. ഈ റോഡിന്റെ കാര്യത്തിൽ 7-ാം വാർഡ്, ഇത് എൻ്റെ വാർഡാണ്, ശരിക്കും 7-ാം വാർഡ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ വാർഡിലെ എല്ലാ റോഡുകളും, പുതിയ റോഡുകളൊന്നും നിലവിൽ എനിക്ക് രജിസ്റ്റർ ചെയ്യുന്നതിൽ ഇനിയില്ല. ഇപ്പം നിലവിൽ പുതിയ റോഡ് പണിയണമെങ്കിൽ നമുക്ക് രജിസ്റ്റർ ചെയ്ത് തരണം. ഇപ്പം നിലവിൽ ചെയ്ത ഒറ്റ റോഡും ഇല്ല. അപ്പം ഞാൻ ലാസ്റ്റ് ഈ റോഡ് കുറേ നാളായി നടക്കുന്നത്, 1 വർഷത്തോളമായി ഷിജുവിൻ്റെ കൂടെ നടക്കണ്. ഈ റോഡ് കിട്ടുകയാണെങ്കിൽ ചെയ്ത് തരാമെന്നുണ്ട്. അപ്പോൾ ആള് പറഞ്ഞ് നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അടുത്തായിട്ട് 2-3 ദിവസം അടുപ്പിച്ച് ഞങ്ങൾ ഷിജുവിൻ്റെ വീട്ടിൽ മീറ്റിംഗ് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും, ഇവിടെ അടുത്തുള്ള എല്ലാവരും, അയൽവാസികളെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞ്, നമ്മൾ ഭൂമി രജിസ്റ്റർ ചെയ്ത് തരുന്ന പോലെ തന്നെ നമുക്ക് ഭൂമി രജിസ്റ്റർ ചെയ്ത് തരണം, എങ്കിൽ മാത്രമേ നമുക്ക് ഈ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി അടുത്ത വർഷത്തേക്ക് എനിക്ക് സാമ്പത്തിക വർഷത്തിൽ റോഡൊന്നുമില്ല ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഈ റോഡ് തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, സമ്മതിച്ച്. പിന്നെ അതിൻ്റെ നൂലാമാലകൾ, രജിസ്ട്രേഷനും മറ്റുള്ള കാര്യങ്ങൾ ആലോചിച്ചപ്പോൾ പിന്നെ അവരുടെ മനസ്സ് മാറി. പിന്നെ അവർ സ്വമേധയാ അവർ സ്വന്തം ഫണ്ട് എടുത്ത് ഈ റോഡ് അവർ ചെയ്തോളാം എന്ന് പറഞ്ഞ് അവർ വില്ലിങ്ങായിട്ട് മുന്നോട്ട് വന്ന്. മാരക മയക്കുമരുന്നായ MDMA-യുമായി യുവാക്കൾ അറസ്റ്റിൽ. എറിയാട് ചന്ദ്രാപിന്നി അമ്പലത്ത് ഇബിനുൽ മുഹമ്മദ്, കുടംപുളി നിഷിക് എന്നിവരെയാണ് വലപ്പാട് പോലീസിന്റെയും ജില്ലാ ഡാൻസ് ഓഫിന്റെയും നേതൃത്വത്തിൽ പിടികൂടിയത്. പ്രതികളിൽ നിന്നും 2.51 ഗ്രാം MDMA-യും പ്രതികൾ സഞ്ചരിച്ച കാറിൽ നിന്നും MDMA വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച കവറുകളും ഉപയോഗിക്കുന്ന ഫണലും കണ്ടെത്തിയിരുന്നു. കൊടുങ്ങല്ലൂർ DYSP VK രാജുവിന്റെ നേതൃത്വത്തിൽ വലപ്പാട് SHO രമേശ്, SI സദാശിവൻ, SI സിനി, പ്രവീൺ, മനോജ്, റഷീദ്, സോഷിപ്, CPO സന്ദീപ്, ഡാൻസ് ഓഫ് അംഗങ്ങളായ SI ജയകൃഷ്ണൻ, ഷൈൻ, സൂരജ് ദേവ്, ബിജു ഇയാനി, സോണി, CPO ഷിൻഡോ എന്നിവർ ഉൾപ്പെട്ട അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ക്ലീൻ അന്നമനട പദ്ധതിയുടെ ഭാഗമായി അന്നമനടയിലെ ഗ്രാമീണ പാതയോരങ്ങൾ മാലിന്യ വിമുക്തമാക്കുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ പാതയോരങ്ങൾ ഡംപ് സൈറ്റുകളൊക്കെ കണ്ടെത്തി അത് മാലിന്യം അവിടെ നിന്ന് നീക്കം ചെയ്ത് അത് മനോഹരമാക്കുന്നതിന് വേണ്ടി പൂച്ചെടികൾ വെച്ച് പിടിപ്പിച്ചുകൊണ്ടൊക്കെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഏറെ കാലമായി, ഇപ്പോൾ നമ്മുടെ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഈ പദ്ധതി വിഭാവനം ചെയ്യുകയും, പക്ഷേ വിഭാവനം ചെയ്തപ്പോൾ ഇത് മറ്റ് സംസ്ഥാനത്ത് തന്നെ മറ്റ് പഞ്ചായത്തുകളിലൊന്നും ഇത് നടപ്പാക്കുന്നില്ല എന്നൊരു പ്രശ്നമുണ്ടായിരുന്നു. ഇപ്പോൾ സാങ്കേതികമായ കുറേ നൂലാമാലകൾ, അത് എങ്ങനെ അതിൻ്റെ പ്രവർത്തനം എങ്ങനെ നിരീക്ഷിക്കും, എങ്ങനെ കൂലി കൊടുക്കും, ഇത് ഏത് പദ്ധതിപ്പെടുത്തും എന്നൊക്കെയുള്ള വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആദ്യ ദിനം തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ അന്നമനട 1-വേ റോഡ് ശുചീകരിച്ചു. വൈസ് പ്രസിഡന്റ് സിന്ധു ജയൻ അധ്യക്ഷത വഹിച്ചു. മെമ്പർമാരായ KA ബൈജു, ഷീജ നസീർ, സെക്രട്ടറി ഉഷാദേവി തുടങ്ങിയവർ സംസാരിച്ചു. അന്നമനട ഗ്രാമപഞ്ചായത്തും മറ്റത്തൂർ ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയും സംയുക്തമായി ഔഷധ സസ്യകൃഷി പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് ഉദ്ഘാടനം ചെയ്തു.
നമുക്കറിയാവുന്നതുപോലെ ഗ്രാമപഞ്ചായത്തിൻ്റെ 4 വർഷം പൂർത്തീകരിക്കുന്ന ഈ സമയത്ത് ഈ 4 വർഷം കൊണ്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിനകത്ത് കാർഷിക മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യരംഗത്തും അതോടൊപ്പം തന്നെ ക്ഷേമരംഗത്തും പശ്ചാത്തല വികസന രംഗത്തും അടക്കം തൊഴിലുറപ്പ് മേഖലയിലും കുടുംബശ്രീ രംഗത്തും നമുക്ക് 4 വർഷം കൊണ്ട് നിരവധിയായ മാതൃകാ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ കഴിയുന്നൊരു ഭരണസമിതി കൂടി. ഇപ്പോൾ ഈ കഴിഞ്ഞ അവസരങ്ങളിലാണ് ക്ഷേമ രംഗത്തുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംസ്ഥാന സർക്കാരിൻ്റെ വയോസേവന അവാർഡ് ജില്ലയിലെ തന്നെ മാതൃകാ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്ന മികച്ച പഞ്ചായത്തുകൾക്കുള്ള കേരള കൗമുദി ദിനപത്രത്തിൻ്റെ ജനരത്ന അവാർഡ്, ജാഗ്രതാ സമിതികളുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ജില്ലയിലെ 1ാമത്തെ പഞ്ചായത്ത് അടക്കമുള്ള, അതോടൊപ്പം തന്നെ നമുക്ക് ലഭിക്കുന്ന പ്ലാൻ ഫണ്ട് 100% ചെലവഴിച്ച ചുരുക്കം ചില പഞ്ചായത്തുകളിലൊന്നും കഴിഞ്ഞ വർഷം ജില്ലയിൽ 2ാം സ്ഥാനവും സംസ്ഥാനത്ത് 12ാം സ്ഥാനം നേടിയ ഒരു പഞ്ചായത്ത് കൂടിയാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്ത്. വൈസ് പ്രസിഡന്റ് സിന്ധു ജയൻ അധ്യക്ഷത വഹിച്ചു. മഞ്ജു സതീശൻ, KA ഇക്ബാൽ, TV സുരേഷ്, KP പ്രശാന്ത്, അശ്വതി തുടങ്ങിയവർ സംസാരിച്ചു. ചെങ്ങാലൂർ കുണ്ടുകടവ് ഭാഗത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് പരസ്പരം ആക്രമണം നടത്തിയവരെയും ഓട്ടിസം ബാധിച്ച യുവതിയെ മദ്യലഹരിയിൽ ദേഹോപദ്രവം ഏൽപ്പിച്ചയാളെയും പോലീസ് പിടികൂടി. ചെങ്ങാലൂർ കുണ്ടുകടവ് മുത്തിപ്പീടിക ഗ്രാക്സ് കുണ്ടുകടവ് ഭാഗത്ത് പോത്ത് ഫാം നടത്തി വന്നിരുന്ന വാടാനപ്പള്ളി ഇത്തിക്കാട്ട് സുനിൽ രാജ്, സഹോദരൻ അനിൽ രാജ്, സുഹൃത്ത് ജിരീഷ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ചാലക്കുടി DYSP സുമേഷിന്റെ നേതൃത്വത്തിൽ പുതുക്കാട് SHO സുജീഷ് കുമാർ, SI പ്രദീപ്, സ്പെഷ്യൽ ബ്രാഞ്ച് GSI വിശ്വനാഥൻ, VD അജി, PK സുരേഷ് കുമാർ, ജെറിൻ ജോസ്, നവീൻ കുമാർ എന്നിവരാണ് പ്രതികളെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. മാടവന അത്താണി ആശുപത്രിയിൽ കിടത്തി ചികിത്സയില്ലാത്തത് രാഷ്ട്രീയ നയത്തിന്റെ ഭാഗമെന്ന് പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനും ജനകീയ പ്രതിരോധ സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ CR നീലകണ്ഠൻ. ആശുപത്രിയിൽ കിടത്തി ചികിത്സാ സൗകര്യങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് പേബസാർ ഹിദായത്തുൽ ഇസ്ലാം മദ്രസ ഹാളിൽ ആശുപത്രി സംരക്ഷണ സമിതി സംഘടിപ്പിച്ച പടിഞ്ഞാറൻ മേഖലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആശുപത്രി സംരക്ഷണ സമിതി കൺവീനർ KV വിനോദ് അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് സുജ ആന്റണി, സിറാജുദ്ദീൻ, ഷാജി, വിവിധ രാഷ്ട്രീയ സംഘടനാ നേതാക്കളായ EK സോമൻ, VK അബ്ദുൽ മജീദ്, C റഷീദ്, ഡോക്ടർ M പ്രദീപൻ, VA ശിവരാമൻ, PV സത്യൻ, VI അഷ്റഫ്, ഷിഹാബ് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. മതിലകത്ത് മാതൃകയായി ജനകീയ റോഡ് നിർമ്മാണം. അധികാര കേന്ദ്രങ്ങളെ ആശ്രയിക്കാതെ 13ഓളം കുടുംബങ്ങൾ 5 ലക്ഷത്തിലേറെ രൂപ ചെലവഴിച്ചാണ് റോഡ് നിർമ്മിച്ചത്. മാരക മയക്കുമരുന്നായ MDMA-യുമായി യുവാക്കൾ അറസ്റ്റിൽ. എറിയാട് ചന്ദ്രാപിന്നി അമ്പലത്ത് ഇബിനുൽ മുഹമ്മദ്, കുടമ്പുളി നിഷിക് എന്നിവരെയാണ് വലപ്പാട് പോലീസിന്റെയും ജില്ലാ ഡാൻസ് ഓഫിന്റെയും നേതൃത്വത്തിൽ പിടികൂടിയത്. അന്നമനട ഗ്രാമപഞ്ചായത്തിൽ പാതയോരങ്ങൾ മാലിന്യ വിമുക്തമാക്കുന്നതിന്റെ ഉദ്ഘാടനവും ഔഷധ സസ്യകൃഷി പരിശീലന പരിപാടിയും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.